നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഫിഫ വേൾഡ് കപ്പ് അടക്കമുള്ള ഇവന്റ്സിന്റെ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തതാരാ? യുഎഫ ആണ്. യുഎഫ ആണ് ആദ്യം വന്ന് പറഞ്ഞത് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞത് ആരുടെയും പിതാശയുടെ ഭാഗ്യമൊന്നല്ല എടുത്തിട്ട് വിൽക്കാനായിട്ട്. അത് കേട്ടിട്ട് നമ്മളും പറഞ്ഞു, അയ്യോ ഫുട്ബോളിനെ കൊല്ലല്ലേ, ഫുട്ബോൾ നശിപ്പിക്കല്ലേ എന്നൊക്കെ. പക്ഷേ യുഎഫ ഇത് പറയാനുള്ള കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ടാണ്. കാരണം അതിലൊന്നാമതായിട്ട് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ അസോസിയേഷൻസിന്റെയും ഫെഡറേഷൻസിന്റെ ഒക്കെ റോൾ അവിടെ കുറയും. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനൊക്കെ. വേൾഡ് കപ്പിന്റെ ഹാഫ് ടൈമിലുള്ള ഗാനമേളയൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഈ ഇൻവെസ്റ്റേഴ്സ് അവരുടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫിഫയുടെ അണ്ടറിൽ കോമ്പറ്റീഷൻസിന്റെ എണ്ണം കൂട്ടും. അപ്പൊ എന്താവെന്ന് വെച്ചാൽ ഈ യൂറോപ്പിൽ നടക്കുന്ന കോമ്പറ്റീഷൻസിന്റെ ഡേറ്റും ഷെഡ്യൂളുമായിട്ട് നന്നായിട്ട് ക്ലാഷസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ മൊത്തം ആൾക്കാരെ ടിവിയുടെ മുമ്പിലും എല്ലാം കൊണ്ടിരുത്തുന്നത് യൂറോപ്പിലെ ലീഗുകളാണ്. ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ലാലിഗൊക്കെ ആയിട്ട്. അതിന്റെ ഇടയിൽ ഫിഫ പുതിയ ഇൻവെസ്റ്ററെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ക്യാഷ് ഒക്കെ എറിഞ്ഞിട്ട് അവരുടെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കോമ്പറ്റീഷൻസിനൊക്കെ ഭയങ്കര പ്രചാരം കൊടുത്ത് യൂറോപ്യൻ ലീഗുകളെക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് അവരുടെ കോമ്പറ്റീഷൻസിൽ വരുത്തി തീർത്താൽ ഇവരുടെ മാർക്കറ്റ് അവിടെ ഇടിയും. എന്തൊക്കെയാണെങ്കിലും ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ സാധാരണ ഈ അസോസിയേഷൻസും ഫെഡറേഷൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യും? അവരൊന്ന് കൂടി ആലോചിച്ചിട്ടാണ് ഫിഫ സാധാരണ തീരുമാനം എടുക്കാറ്. അവിടെ തന്നെ അതിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടു തുടങ്ങി ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോഴേ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഫുട്ബോളിനെ നശിപ്പിക്കൊന്നുമില്ല. കാരണം ഫുട്ബോൾ ഉണ്ടായി ഒരു 40-45 വർഷം കഴിഞ്ഞിട്ടാണ് ഫിഫ ഒക്കെ ഫോം ചെയ്യുന്നത് തന്നെ. അതുമല്ല, നമ്മളിപ്പോൾ ഈ കാണുന്ന 11 പേര് ഒരു സൈഡിൽ കളിക്കുന്ന ഫുട്ബോൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതൊന്നല്ല. ഇത് ആദ്യം 100 പേര് കളിക്കുന്ന ഒരു കളിയായിരുന്നു. ആ സമയത്തൊക്കെ കൈകൊണ്ടും കാലുകൊണ്ടും ആ ബോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇനി കൈകൊണ്ട് ആ ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ റഗ്ബി എന്ന് പറഞ്ഞ് പുതിയൊരു സ്പോർട്ട് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഫുട്ബോൾ എന്നുള്ള ഗെയിം ഒന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ഫുട്ബോൾ അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് അത് കളിക്കുന്നവരുടെയും ആ കളി കാണുന്നവരുടെയും ആ കളിയെ അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുന്ന ആൾക്കാരുടെയും മാത്രമാണ്. അല്ലാതെ വേറെ ആരുമല്ല.